cos of 2 sin inverse alpha is equal to 47/72 where 0 less than alpha less than 1. കാണുമ്പോൾ തന്നെ കുറച്ച് കട്ടിയുണ്ട് അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റണ്ടെന്താ ഇപ്പം ശരിയാക്കി തരാം. നിങ്ങൾ ഈ സൈൻ ഇൻവേഴ്സ് ആൽഫവിനെ കാണുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചൊരു പ്രശ്നം. അതിനെ മൊത്തത്തിൽ നമ്മളൊരു എക്സ് എന്നങ്ങ് എടുക്കുക. കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് കാണട്ടെ ഇക്വേഷൻ. cos 2x എന്തായിട്ട് വന്നു? 47/72. സോ ഇപ്പോൾ കുറച്ച് സമാധാനമായിട്ടുണ്ടാകും. cos 2x എത്തിയിട്ടുണ്ട്. cos 2xന് നിരവധി ഫോർമുലയുണ്ട്. പക്ഷെ നമ്മൾ എന്തിലേക്ക് മാറ്റും? സൈനിലേക്ക് മാറ്റും. കാരണം ആരുണ്ട് ഇവിടെ? സൈന് നമ്മൾ എടുത്തിട്ടുണ്ട്, എക്സ് സൈന്. സോ സൈൻ ഫോമിലേക്ക് മാറ്റാനാണ് ബെറ്റർ. സോ 1 - 2 sin square x എഴുതിയാൽ 47/72. ഇത് നമുക്ക് സൈൻ സ്ക്വയർ എക്സിങ് സോൾവ് ചെയ്യാം. ഓക്കെ, 1 - ഇപ്പുറത്തോട്ട് വരും. 1 - 47/72 ഓൾ ഡിവൈഡഡ് ബൈ എത്ര വരും? 2 വരും. എന്താണ് സൈന് വരുന്നത്? 25 എത്ര വരും? 144 ആണ് സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ. സൈൻ സ്ക്വയർ എക്സിന്റെ വാല്യൂ കിട്ടിയ സൈൻ എക്സ് കിട്ടി. എത്രയാണ്? വാട്ട് ഈസ് സൈൻ എക്സ്? പ്ലസ് ഓർ മൈനസ് ഇടാൻ മറക്കരുത്. 5/12. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ കറക്റ്റ് എടുക്കണം. സോ എക്സിന്റെ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്. ആരാണ് എക്സ്? എക്സ് ആരാണ്? സൈൻ ഇൻവേഴ്സ് ആൽഫ. സോ സൈൻ ഇൻവേഴ്സ് ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. സൈൻ ഇൻവേഴ്സ് ആൽഫ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൽഫയാണ്. പ്ലസ് ഓർ മൈനസ് 5/12. ഇത് നമുക്ക് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആണ് നമ്മൾ കേട്ടോ. ആൽഫ പോസിറ്റീവ് ആണെങ്കിൽ എന്തെടുക്കണം? നോട്ട് മൈനസ് 5/12 പ്ലസ് 5/12. ആൻസർ എത്രയാണ്? ഇവിടെ ഉണ്ട്, പ്ലസ് 5/12. എ ഓപ്ഷൻ ആണ് ആൻസർ. ഓക്കെ.